നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. റേക്കി വെച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് കുറച്ച് ടിപ്സാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്രത്യേകിച്ച് റേക്കി പഠിച്ച ആളുകൾക്കിത് നല്ല രീതിയിൽ യൂസ്ഫുള്ളാവും. ഇനി റേക്കി പഠിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പല ക്രീമുകളും പലതരത്തിലുള്ള നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ നിങ്ങൾ ചെയ്തിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഹീലേഴ്സിനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് റേക്കി വെച്ച് നമ്മുടെ ബ്യൂട്ടി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്? ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നർ ബ്യൂട്ടിയെ പറ്റി. ഇത് ഞാൻ ഇന്നർ ബ്യൂട്ടി എന്നല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ദേഹത്തുണ്ടാകുന്ന നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, അതുപോലെ മുടി കൊഴിച്ചൽ, പിന്നെ കഴുത്തിന് ചുറ്റുമുള്ള കരിവാളിപ്പ്, ഈവൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിനുണ്ടാകുന്ന പാടുകൾ, പൊള്ളിയ പാടുകൾ, പിന്നെ സ്കിന്നിനുണ്ടാകുന്ന ഇഷ്യൂസ്, ഇങ്ങനെ നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ഇല്ലേ? ഇതിനൊക്കെ നമുക്ക് റേക്കി വെച്ച് ഹീൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഹീൽ ചെയ്യുന്ന സമയത്ത് ഇതിന് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ റേക്കി വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. റേക്കി ഇൻവോക്ക് ചെയ്തതിന് ശേഷം സിമ്പിൾസ് പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾസ് വരയ്ക്കാം. ഇനി സിമ്പിൾസ് അറിയില്ല, ഫസ്റ്റ് ലെവൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല. റേക്കി ഇൻവോക്ക് ചെയ്തതിന് ശേഷം ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളത്, ഫോർ എക്സാമ്പിൾ കണ്ണിന് ചുറ്റും കറുപ്പാണെങ്കിൽ നമ്മുടെ 2 കണ്ണുകൾക്ക് മേലെയായിട്ട് നമ്മുടെ 2 കൈകൾ കുമ്പിൾ പോലെ ആക്കിയിട്ട് വയ്ക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. കണ്ണടച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? സോ നമ്മൾ വിഷ്വലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു വൈറ്റ് ഡിവൈൻ എനർജി നമ്മുടെ കൈകളിലൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു കറുപ്പ് കളറ് അവിടെ മാറി വരുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. പറ്റുമെങ്കിൽ നല്ല നല്ല അഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുക. എൻ്റെ കണ്ണിന് നല്ല സൗന്ദര്യം തന്നതിന് താങ്ക് യു റേക്കി എനർജി. ഇത്തരത്തിലുള്ള അഫർമേഷൻസും കൂടെ പറയുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല വ്യത്യാസം അല്ല, അത് പൂർണ്ണമായിട്ട് പോവുക തന്നെ ചെയ്യും. ഓക്കെ, ഇതേപോലെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുണ്ടാവും ചില ആളുകൾക്കൊരു കറുപ്പ് കളർ വരാനുള്ള സാധ്യതയുണ്ട്. കഴുത്തിന് ചുറ്റും വരാം. ഇതൊക്കെ നമുക്കിങ്ങനെ കൈകൾ വച്ചിട്ട് അവിടെ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആളുകൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് സ്കിന്നിൽ മുഴുവനായിട്ട് പ്രശ്നം. അപ്പോൾ കുറേ നേരം നമ്മൾ ഹീൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ മടിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഈവൻ നമ്മുടെ നെയിലിനൊക്കെ നമുക്ക് ഹീൽ ചെയ്യാം കേട്ടോ. നെയിലിന് ഹീൽ ചെയ്യാം, സ്കിന്നിനെ ഹീൽ ചെയ്യാം, ഹെയർ ഫോളിനെ ഹീൽ ചെയ്യാം. ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള മുഖക്കുരു, അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന പലതരത്തിലുള്ള കുരുക്കൾ, ഏത് കാര്യത്തിലും നമുക്ക് ഹീലിംഗ് കൊടുക്കാവുന്നതാണ്. സ്കിന്നിലുണ്ടാകുന്ന ഇച്ചിങ് എല്ലാത്തിനും കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് വാട്ടർ എനർജൈസ് ചെയ്യുന്നതാണ്. അതായത് വെള്ളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത വെള്ളത്തിന് നല്ല മെമ്മറി ഉണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട്, ശുദ്ധമായ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ റേക്കി കൊടുക്കുക. റേക്കി ഇൻവോക്ക് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ സിമ്പിൾസ് അറിയാമെങ്കിൽ നമ്മൾ ആ സിമ്പിൾസൊക്കെ ആ വെള്ളത്തിലേക്ക് പോകുന്നതായിട്ട് പറയാം. അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം. പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി അത് നല്ല എഫക്റ്റീവായിരിക്കും. കാരണം നമ്മുടെ ശബ്ദത്തെ സ്വീകരിക്കാനുള്ള കഴിവ് വെള്ളത്തിനുണ്ട്, ആ ഒരു മെമ്മറി പവർ വെള്ളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് അഫർമേഷനാണോ കൊടുക്കുന്നത് അതുപോലെ അത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് നമ്മൾ എവിടെയാണോ ആ വെള്ളം യൂസ് ചെയ്യുന്നത് അവിടേക്ക് അത് കൃത്യമായിട്ട് അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ എനിക്ക് നല്ല സൗന്ദര്യം തന്നതിന് താങ്ക് യു റേക്കി എനർജി എന്നുള്ള അഫർമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ സ്കിന്നിന് നല്ല ഹെൽത്തി ആയൊരു സ്കിന്ന് എനിക്ക് തന്നതിന് താങ്ക് യു, സൗന്ദര്യമുള്ള ഒരു സ്കിന്ന് തന്നതിന് താങ്ക് യു. ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായ വേർഡ്സ് അതിൽ ആഡ് ചെയ്യാതിരിക്കുക. എൻ്റെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ മാറ്റി തന്നതിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. എപ്പോഴും പോസിറ്റീവായ അഫർമേഷൻസ് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നിങ്ങളൊന്ന് ഹീലിംഗ് ചെയ്യുക. ഏറ്റവും കുറഞ്ഞതൊരു 15 മിനിറ്റ്സ് എങ്കിലും ഈ അഫർമേഷനൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ വെള്ളത്തിലേക്ക് ഹീലിംഗ് കൊടുത്തതിന് ശേഷം ഈ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ അന്ന് കുടിക്കുകയാണെങ്കിൽ
കാരണം നിങ്ങൾ ഓരോ പോയിൻറ്റിലോട്ട് കുറേ നേരം ഹീൽ ചെയ്യുമ്പോൾ ചിലപ്പം ഒരുപാട് ടൈം പോവും. അതേ സ്ഥാനത്ത് വെള്ളത്തിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ഇത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് ഈ ഇഷ്യൂസ് ക്ലിയർ ആവും. കാരണം നമ്മൾ ആ വെള്ളമാണല്ലോ കുടിക്കുന്നത്, നമ്മൾ പോലും അറിയാണ്ടത് ക്ലിയറായിട്ട് പോവും. അതേപോലെ സ്കിൻ ഇഷ്യൂസ് നല്ല രീതിയിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന വെള്ളം ഒരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ബക്കറ്റിലെ വെള്ളത്തിലോട്ട് നിങ്ങൾക്ക് റേക്കി കൊടുക്കാം. അങ്ങനെ റേക്കി കൊടുത്തിട്ട് ആ വെള്ളത്തിൽ നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് വളരെ പെട്ടെന്ന് ക്ലിയറായി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റേക്കി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.